വീടിന്റെ കാര്യം വിട്ടേക്ക്. നമുക്ക് വേറൊരു വാടക വീട് ഉടനെ കണ്ടെത്താം. ഇല്ല, നമ്മള് ആ വീട്ടിൽ തന്നെ താമസിക്കും. നമുക്ക് പ്രിയപ്പെട്ടതൊക്കെ നമുക്ക് കിട്ടിയേ പറ്റൂ. അർഹതയില്ലാത്തതൊന്നും അല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. രുക്മിണി മകനും ഇനി അവരുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും കൂടി അപമാനിച്ചിറക്കി വിട്ടത് എന്റെ ഭർത്താവിനെയും അയാളുടെ കുടുംബത്തെയാ. അപമാനിക്കപ്പെട്ടവന്റെ ഭാര്യ ഞാൻ. എന്റെ ഭർത്താവിനെയും കുടുംബത്തെയും ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അതേ വീട്ടിലേക്ക് തന്നെ ഞാൻ അവരെ തിരിച്ചു കയറ്റും. ഓളെ ഇവരുടെ ഇരിപ്പ് കണ്ടാത്തൊന്നും ആഭ്യന്തരമന്ത്രിയാണെന്ന്. ഇവര് മന്ത്രിയായിരുന്നല്ലോ, വിദ്യാഭ്യാസ മന്ത്രി. മന്ത്രിയായപ്പോ കാണിച്ച മര്യാദയുടെ കൊണ്ടല്ലേ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത്. അല്ല, ഇവരെ എന്തിനാ പോലീസ് ക്ലബിൽ കൊണ്ടുവന്നേ? ചോദ്യം ചെയ്യൽ ഇവിടെ വെച്ചായിരിക്കും. ദേ, അവര് നിന്നെ വിളിക്കുന്നു. നീ ചെല്ല്. പോയിട്ട് വരാം. നമസ്കാരം മാഡം. എന്താ തന്റെ പേര്? ഷീജ. ഷീജയ്ക്ക് ഇങ്ങനെ ഒരു സാധാ കോൺസ്റ്റബിൾ ആയിട്ട് ഇരുന്നാ മതിയോ? അല്ല, അത് മാഡം പ്രൊമോഷനൊക്കെ വേണ്ടേ? അല്ല, വീട് എവിടെയാ? മാരായമുട്ടം. ഓ, അപ്പോ ഒരു ട്രാൻസ്ഫറും വേണം. പ്രമോഷനോടുകൂടിയുള്ള ട്രാൻസ്ഫർ. അല്ല മാഡം, മാഡത്തിന്റെ പേരിലുള്ള ഈ കേസൊക്കെ. കേസോ? എന്ത് കേസ്? ഇതൊക്കെ ഒരു തരം പൊളിറ്റിക്കൽ ഡ്രാമയല്ലേ ഷീജെ? 2 ദിവസം കഴിഞ്ഞാ ഞാൻ വീണ്ടും മന്ത്രിയാവും. കൈക്കൊക്കെ ഒരു തരം കടച്ചില്, ഭയങ്കര മസ്കുലർ പെയിൻ. ഒന്ന് മസാജ് ചെയ്തേ. നോക്കട്ടെ. ഇത് തിരുമകേന്ദ്രമല്ല, പോലീസ് ക്ലബ്ബാ. ഞാൻ യൂണിഫോമിലൊന്നും അല്ലല്ലോ. അല്ല, അവളുടെ പേരെന്താ? ബീന തോമസ്. ബീന തോമസ്. ഈ പേര് ഞാനൊന്ന് മനസ്സിൽ ഉറപ്പിക്കട്ടെ. അവൾക്കൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ഉറപ്പാ. അല്ല, ശക്തിയിൽ തിരുമ. പോലീസുകാരികളായ എങ്ങനെയാണോ? ഒന്ന് അമർത്തി ചെയ്യേ. വിഷമിക്കാതെ മോളെ, അവൻ ഇപ്പൊ ഇങ്ങ് വരും. മോളോട് വഴക്കിട്ടിട്ടൊന്നും അല്ലല്ലോ അവൻ പോയത്. അമ്മ സ്നേഹം പഠിപ്പിക്കുന്നു, അച്ഛൻ ജീവിതം പഠിപ്പിക്കുന്നു, ഗുരു വേദവും സാമൂഹ്യ ബോധവും പഠിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയാണല്ലോ പ്രമാണം. സത്യം പറഞ്ഞ ഞാൻ എൻ്റെ മോനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല, എല്ലാം അവൻ കണ്ടുപിടിച്ചതാ. ഞാൻ ഇതിലൊക്കെ നിരപരാധിയാ. ഞാനൊന്നും അടിച്ചേൽപ്പിച്ചിട്ടില്ല. അടിച്ചേൽപ്പിച്ചാലും ഇല്ലെങ്കിലും അവൻ മോശമായിട്ടൊന്നും ചെയ്തില്ലല്ലോ. അങ്കിളും രാധമ്മ മകനെ എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും എനിക്ക് ചില കാര്യങ്ങളിൽ സങ്കടമുണ്ട്. ഞാനും അച്ഛനൊക്കെ നിങ്ങൾക്ക് അന്യരാണോ? നിങ്ങളുടെ കാര്യം ഞങ്ങളുടെ കാര്യം എന്നൊക്കെ രീതിയിൽ വ്യത്യാസമുണ്ടോ? മോളെ, അല്ലാതെ വേണ്ട അങ്കിൾ, ഞങ്ങള് നിങ്ങളൊന്ന രീതിയില അങ്കിള് രാജുവൊക്കെ ചിന്തിക്കുന്ന. നമ്മളെന്നങ്ങ് ചിന്തിച്ച എന്താ കുഴപ്പം? അപ്പോ ഞാൻ നിങ്ങൾക്ക് അന്യാണെന്ന് നിങ്ങൾക്ക് തോന്നില്ലല്ലോ. എന്താ മോളെ ഇത്? മോളെ അന്യായിട്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ കാണാൻ പറ്റുമോ? മോളെന്ന് വെച്ചാ
ഞങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ജീവനാ. വേണ്ട, സോപ്പിടൊന്നും വേണ്ട. ഹലോ, ഞാനാ വേണോട്ടാ, JCB മണി. മണി എന്തടാ? ഞാൻ നിങ്ങളുടെ വീട്ടിന് മുന്നിൽ നിൽക്കുക. മണി, ആ വീടിനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സെന്റിമെന്റ്സ് ഉണ്ടായിരുന്നു. എന്റെ മക്കളെ 3 പേരും ഓടിക്കളിച്ച വീടല്ലേ അത്. അതാണ് ഒരു വിഷമം. എന്താ വേണുവേട്ടാ? എന്താ നിങ്ങള്? നമ്മൾ താമസിച്ചിരുന്ന വീട് പൊളിക്കാൻ പോണോടി. ഈശ്വര, ഭാസ്കരനുമായിട്ടുള്ള എഗ്രിമെന്റ് വീട് പൊളിച്ചു കൊടുക്കണമെന്നായിരുന്നു. പൊളിച്ചു കളയണമെങ്കിൽ കളയട്ടെ, നമുക്കെന്താടി, അതൊരു വാടക വീടല്ലേ. എനിക്കറിയാം നിങ്ങൾ 2 പേരുടെയും മനസ്സിൽ ആ വീട് എത്രത്തോളം ഉണ്ടെന്ന്. ആ വീടിനെ മറന്ന് ജീവിക്കാൻ നിങ്ങൾക്ക് വലിയ പ്രയാസം. അതാ ഞാൻ അല്പം മുമ്പ് രാധമ്മയോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ 2 പേരും കേൾക്കണം. ഒരു കാരണവശാലും എതിര് പറയരുത്. മോള് വീടിന്റെ കാര്യം വിട്ടേക്ക്. നമുക്ക് വേറൊരു വാടക വീട് ഉടനെ കണ്ടെത്താം. ഇല്ല, നമ്മൾ ആ വീട്ടിൽ തന്നെ താമസിക്കും. നമുക്ക് പ്രിയപ്പെട്ടതൊക്കെ നമുക്ക് കിട്ടിയേ പറ്റൂ. അർഹതയില്ലാത്തതൊന്നും അല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ രാജു ഫോൺ എടുക്കാത്ത എന്താ? വിളിച്ച ഫോണൊന്നും എടുത്തൂടെ രാജുന്? അച്ഛൻ്റെ അടുത്ത് പോണെങ്കിൽ രാജും കൂടി വരണ്ടേ? അങ്കിളും രാധമ്മയും സമാധാനായിട്ടിരിക്കെ, ഞാനിപ്പോ വരാം.